ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടായിട്ടില്ല. നമുക്ക് അപ്പനും ഇല്ല അമ്മയും ഇല്ലല്ലോ. ചേച്ചി എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പം ആ 3 സെന്റ് സ്ഥലവും ഒരു വീടും സ്ഥലം ഉണ്ടെങ്കിൽ വരെ വെച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പം ബാബുവൊക്കെ മരിച്ച വീട്ടിൽ വന്നിട്ടുണ്ട്, ബാബുച്ചേട്ടൻ. അപ്പോഴാണ് അറിയണത് ഞാൻ ഈ അവസ്ഥയിലാണ് ജീവിക്കണം. അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇതിൽ ജീവിക്കണേന്ന്. അപ്പം എന്നോട് പറഞ്ഞൊരു 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും എനിക്ക് പറയാൻ പാടില്ല. 3 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു. വാടക വീട്ടിൽ വന്നത്. ഹസ്ബൻഡ് മരിച്ച സമയത്ത് വന്നത് അവിടെ. 24 വർഷമായി ജീവിക്കാനായിട്ട് വാടക വീട്ടിലൊക്കെ. അന്നേരം ഞാൻ അപ്പോൾ വീട്ടിലോട്ട് പോന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞിങ്ങനെ വീട്ടിൽ. അപ്പോൾ അമ്മച്ചി പറഞ്ഞ് എൻ്റെ ഇളയങ്ങളുടെ അടുത്ത് തറവാട്ട് വീട്ടിലാണ് അമ്മച്ചി. അപ്പോൾ അമ്മച്ചി പറഞ്ഞു അമ്മച്ചിയുടെ 45 സ്ഥലം ഇവൻ അമ്മച്ചിയുടെ നോക്കണോണ്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഒരു 3 സെന്റ് സ്ഥലമൊക്കെ കൊടുത്താൽ വീട് വെച്ച് കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വീട് തന്നത്. അപ്പോൾ ഞാൻ ഒറ്റക്കാവും, എനിക്ക് ഒറ്റക്ക് നിന്നൊന്നും ചെയ്യാൻ പറ്റാതെ അനിയത്തിയും കെട്ടിയാനും ഈ 2 പേരക്കിടാങ്ങളും വന്ന് വീട്ടിൽ നിന്നേച്ചി. അപ്പോൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യമായി പോണ്ടി പോകുമല്ല, എനിക്ക് മക്കളില്ലാത്ത കാരണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അത് ഒപ്പിട്ട് തന്നാൽ ഞങ്ങളുടെ പേരിലോട്ട് ആക്കി തന്നാൽ അല്ലെങ്കിൽ എല്ലാവരും അവകാശത്തിന് വരും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നടക്കില്ല എന്ന് പറഞ്ഞു. അല്ലാതെ തന്നെ അവളുടെ അടുത്ത് 2 ദിവസം നിന്ന് അവൾക്ക് ഇഷ്ടമല്ല ഞാൻ അവിടെ ചെല്ലണത്. അപ്പം അപ്പോഴേ ഞാൻ അന്നേരം അമ്മച്ചിയുടെ അനിയത്തിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ 3-4 ദിവസമൊക്കെ മാറിപ്പോകുമായിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു ഇവള് ഇങ്ങനെ കുത്തുവാക്കൊക്കെ പറയുമ്പോ എനിക്കത് താങ്ങാൻ പറ്റൂല. ഞാനാണ് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല വെച്ചാൽ അങ്ങനെയൊക്കെ പറയാമെങ്കിൽ ഞാൻ ഗതി വരില്ലല്ലോ. നമ്മ കഴിയുന്നത് ഒഴിഞ്ഞൊഴിഞ്ഞ് നടക്കും. അപ്പൊ ഞാൻ ഒന്നെങ്കിൽ ആ ബൈബിളും എടുത്തിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് കരഞ്ഞു തീർക്കും. ആരോടൊന്നും അങ്ങനെ പറയില്ല. എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അനുഭവിക്കണമായിരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ ഇങ്ങനെ പറയുമ്പോ ഒന്നെങ്കിൽ നമ്മുടെ അനിയത്തിൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും മാറും. അപ്പൊ ഞാൻ അവിടെ പറയുമല്ലോ, ആന്റിമാര് പറയുമല്ലോ അവിടെ ഉണ്ട്. അവർക്ക് സന്തോഷമല്ലേ, അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ കാണിക്കണ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് പിന്നെ അമ്മച്ചി ഉണ്ടായപ്പോ എനിക്ക് കുഴപ്പമില്ല, അവിടെ നിന്നേച്ചി. അമ്മച്ചി മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ എല്ലാവരും പറയും നിനക്ക് വെച്ച് തന്ന വീടല്ലേ, നിനക്ക് അവിടെ നിന്ന് എന്തിനാ ഇങ്ങനെ ഓടി നടക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന അന്ന് തൊട്ട് ഇവക്ക് ഇങ്ങനെ എന്തെങ്കിലും നമ്മളെ പറയും. കിടക്കാൻ ഷീറ്റെല്ലാം വലിച്ചു മാറ്റും. ഇങ്ങനെ എന്തോ ഒരു അറപ്പ് ഇങ്ങനെ അങ്ങനെ ഒരു കുഷ്ഠരോഗം പിടിച്ച ആൾക്കാരെ പോലെയാണ് അവള് കാണിക്കുന്നത്. അപ്പോഴും ഞാൻ ക്ഷമിക്കട്ടെ, ഈ TV ഒന്ന് വെച്ച് തരുമോ? ആ TV എനിക്ക് വേറെ പാട്ട് കേൾക്കണം അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞാൻ അപ്പോഴൊക്കെ ഞെട്ടണിത് എന്തെങ്കിലും എന്റെ കട്ടില് എന്റെ കിടക്ക് ഇതെല്ലാമായിട്ട് നമ്മ മാറി മാറി നടക്കണേണ്. കൊച്ചുങ്ങളല്ലേ അതുങ്ങളെന്ന് വെച്ചാൽ നമ്മ ആകെ തല ഇതെല്ലാം നോക്കി ഇങ്ങനത്തെ ഓരോ പ്രയാസം കേട്ടുകഴിയുമ്പോ തന്നെ ഞാൻ ശരിക്കും മൊമെന്റിലാണ്ടാണ്. ഒറ്റപ്പെടല്ലോ, അയ്യോ ഒറ്റപ്പെടലെന്ന് വെച്ചാൽ അതുപോലെ. പിന്നെ അയൽവക്കക്കാരടുത്ത് എന്ന് പറയും നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാന്ന് പറയുമ്പോൾ അവരും നമ്മളെ കാണുമ്പോൾ ഒരു ഇതുപോലെ. എനിക്കിപ്പോൾ അവിടെ ചെന്ന് തിരുത്താനൊന്നും ഞാൻ അങ്ങനെ നടക്കാറില്ല. കരഞ്ഞു തീർക്കല എൻ്റെ പണി. ഈ കഴിഞ്ഞുകൂടാനുള്ള പൈസ ഒക്കെ എങ്ങനെയാണ്? ഈ കിട്ടുന്ന 5000 രൂപ കിട്ടണല്ല, അതാണ് എനിക്ക്. പിന്നെ അതൊരു ചെലവൊന്നും ഇല്ല. കിട്ടുന്ന 5000 രൂപ അത് കിട്ടണതന്നെ കോടി രൂപയുടെ വിലയുണ്ട്. അപ്പൊ ഒന്ന് ആരാധനക്ക് പോകാനാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കാനാണെങ്കിലും ആരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിക്കണ്ടല്ലോ. എന്നിട്ടാണ് ഇത് ഭാഗം. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് പറ്റണത് ആ പിള്ളേർക്കൊക്കെ എന്ത് വേണമെങ്കിലും എന്നെ കൊണ്ട് അവൾ ചെയ്യിപ്പിക്കും. ഗ്യാസ് അടുപ്പിക്കുക എന്ത് അവൾ ചെയ്യിക്കും. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഒരു മനസ്സ് നമ്മുടെ പൈസ വെച്ചിട്ടും ഇല്ലെന്ന് എനിക്ക് പറയാം. അത് നല്ലോണം എല്ലാവരും മുതലെടുത്തേക്കണം. അങ്ങനെയാണ്. കേബിള് സ്വന്തം വീട്ടില് കേബിൾ ചാർജ് കൊടുക്കുന്നത് ചേച്ചിയാണ്. TV വെക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഞാൻ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഷോക്കല്ലേ, ഇത്രയൊക്കെ ചെയ്തിട്ട് ഇത് എന്താണെന്നുള്ള രീതിയിൽ. അങ്ങനെ അതായിരുന്നു ഉദ്ദേശം. അതാ മെന്റിലാകാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം. അപ്പൊ ഈ ആധാരം ചോദിച്ചപ്പോ ഇങ്ങനെ ഭയങ്കര അട്ടഹസിച്ചിരിക്കണേ. അത് കാരണം ഇതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ ഇവരിങ്ങനെ ചോദിച്ചല്ല, സ്ഥലം വഴി തന്നെ കാര്യമൊക്കെ പറഞ്ഞല്ല. അപ്പൊ ഞാൻ ഓർത്തന്ന ആധാരം മേടിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു നിന്റെ ആധാരം മേടിച്ചു വെക്കണമെന്ന്. അപ്പൊ എന്റെ ആങ്ങളുടെ അടുത്തായിരുന്നു. ഞാൻ അമ്മിച്ചുള്ളതുകൊണ്ട് അവിടെയല്ലേ, എന്റെ അലമാരി എല്ലാം അവിടെയാണ്. എൻ്റെ സാധനങ്ങളെല്ലാം വീട്ടിൽ സാധനം. ഇവിടെ 2 കട്ടിലും ഫ്രിഡ്ജൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ അവിടെയാണല്ല, ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ സ്ഥലമില്ല. അപ്പം ഞാൻ ആധാരം അവൻ്റെ ഉണ്ടല്ലോ. അപ്പം അവൻ്റെ കെട്ടിയാളോട് ഞാൻ ചോദിച്ചേ, ഡാനി എന്ന കൊച്ചിൻ്റെ പേര്, എനിക്ക് എൻ്റെ ആധാരം തരാൻ പറഞ്ഞിട്ട് അവനോട്. അപ്പോൾ പറയാൻ ചേച്ചി എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് റോയി അളിയൻ എന്ത് അനിയത്ര കെട്ടിയാൽ മേടിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് ചോദിച്ചു. അപ്പോൾ അയാൾ പണിയും കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു റോയി ആ ആധാരം. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് കൊക്കെന്ന് പറഞ്ഞ് ചിരിക്കണം. അപ്പോൾ തന്നെ അന്തം വിട്ടിട്ട് എന്താ എൻ്റെ ആധാരം ചോദിച്ചാൽ ചിരിക്കണമെന്ന്.
ആദ്യം ചൊല്ലി അങ്ങോട്ട് തുടങ്ങിയതാണ്. എഴുതി കൊടുക്കാത്തതിൻ്റെ ഒരൊറ്റ ദേഷ്യമാണ് ആ കാണുന്നത്. ഞാനതല്ലെങ്കിലും പറഞ്ഞ പോലെ ഞാൻ മരിച്ച ആ പിള്ളേരെ എനിക്ക് അത്ര ജീവൻ, എൻ്റെ മക്കളെ പോലെ വളർത്തിയാണ് ഒരിക്കലും 2 മക്കളെ പഠിപ്പിക്കാൻ എല്ലാം ആവശ്യം. ആ കൊച്ചുങ്ങൾക്ക് അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ. ഇവള് ഇങ്ങനെ ഈ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കണം. അപ്പൊ എൻ്റെ നേരെയുള്ള ആങ്ങളെ പറഞ്ഞു, ആ മക്കളുള്ള 2 പേര്, ഒരാൾ കുവൈറ്റിലുണ്ട്, അവൾ അപ്പോഴും അവിടെ എന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ എന്തോരം നല്ലോണം നോക്കിക്കണേണ്. അങ്ങനെ ആയിരിക്കും ഇവൾക്കിടെ ഉദ്ദേശമുണ്ട്, ഇവിടെ പുറകിൽ ആളെ എന്ന് കളിക്കണമെന്ന് നമുക്കറിയാൻ പാടില്ല, ഒറ്റക്കല്ലേ. അപ്പൊ എൻ്റെ നേരെയുള്ള ആങ്ങളെ പറഞ്ഞു അവളെല്ലാം ആത്മഹത്യ ചെയ്യുന്നപ്പോ ചെയ്യട്ടെ, അത് നല്ല കാര്യമല്ലേ, അങ്ങനെ പറഞ്ഞു ഇവള്. അത് കേൾക്കുമ്പോ ഒന്നും കൂടി ഞാൻ ഡൗൺ ആണ് കേട്ട് കഴിയുമ്പളേ. നമുക്ക് അപ്പനും ഇല്ല അമ്മയും ഇല്ലല്ലോ, അതിന് ഒത്തിരി. അപ്പൊ അവിടെ വെച്ച് അപ്പൊ ഞാൻ മെമ്പറിനെ വിളിച്ചു വരുത്തി. ഞാൻ കൊപ്രക്കളത്തിൽ പോയി 3-4 ദിവസം അവിടെ കിടന്നു. അപ്പൊ അവര് വന്ന്, അപ്പൊ ഇവരും ചെറിയ രാഷ്ട്രീയത്തിലൊക്കെ നടക്കണേ ആങ്ങളെ. അപ്പൊ ആ മെമ്പർ വന്നു കഴിഞ്ഞപ്പോ അത് എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് പോനേൻ്റെ പിറ്റേ ദിവസം ഞാൻ വിളിച്ചു, അത് കരയണേ ചേച്ചി, ഞങ്ങൾക്കൊക്കെ ഒരു ജീവിത പാഠമാണ് എന്ന് വെച്ചാൽ ചേച്ചിയുടെ ജീവിതം കണ്ടിട്ട് കുടുംബത്തിന് വേണ്ടിയായിട്ട് ഇങ്ങനെ അത് വന്നിട്ട് കരയണായിരുന്നു എൻ്റെ കൂടെ ഇരുന്നുണ്ട്. ആ അവസ്ഥയിലാണ് ഞാൻ അവിടെ കടന്നു വെച്ചത്. ഒരാൾ പോലും തിരിഞ്ഞു നോക്കാനുണ്ടായിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആധാരം ചോദിച്ചല്ല. അപ്പോൾ ഇയാൾക്കടെ ഒരു ഫ്രണ്ടിനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ആധാരം മേടിച്ചു തരുമെന്ന് പറഞ്ഞു. അയാൾ ഇടപെട്ട് അപ്പം തന്നെ ഈ ആധാരം ഇവിടെ നിന്ന് മാറ്റി എൻ്റെ ആങ്ങളുടെ അടുത്ത് പോയി. അങ്ങനെ അത് ഓടണേണ് ആധാരം, എൻ്റെ പേരിലുള്ള ആധാരം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആധാരം, അപ്പോൾ അതിൻ്റെ കോപ്പി എടുത്തിട്ടൊന്നും ഞാൻ പറഞ്ഞു പറ്റൂല, എനിക്ക് ഒറിജിനൽ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒറിജിനൽ 8:30 മണിയായി രാത്രി. അപ്പോൾ അയാൾ തന്നെ ആ വണ്ടിയിൽ എന്നെ അനിയത്തി വീട്ടിൽ കൊണ്ടാക്കി. അല്ലാതെ ഞാൻ എവിടെ പോകാനും എനിക്ക് പോകാൻ വേറെ സ്ഥലമൊന്നും. അവിടെ നിന്ന് ഞാൻ സീമാജി നായരെ വിളിച്ച് കരഞ്ഞ്, അപ്പോൾ എവിടെയെങ്കിലും നിർത്തി തരാൻ ചേച്ചി എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പം ജീവനോടെ ഇവിടെ വരിയിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടൊന്നുമില്ല ചേച്ചി? എനിക്ക് ആരും ഇല്ലല്ലോ. അതെ ഞാൻ സീമനെ വിളിച്ചു. അപ്പോൾ ഇവരൊക്കെ ഇടപെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ പറയാനുള്ള പറയും, CI സാർ ചോദിക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ അവരെ വിളിപ്പിക്കുക, അവരെ നമ്പറൊക്കെ കൊടുത്ത്. തെളിവൊന്നും എനിക്ക് തെളിവും വേണ്ടോ, ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞാൽ കൊടുക്കും. ഞാൻ ഇവിടെ വളർത്തി പോയിട്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ലേ, ചതിവേണ്ട കാര്യമില്ലല്ലോ. സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നൊരു അവസ്ഥയാണ്. പക്ഷെ അത് വല്ലാത്തൊരവസ്ഥയാണ്. മാനസിക പീഡനങ്ങളാണ് ഏറ്റോണ്ടിരുന്നത്. ആ മക്കൾക്കറിയില്ല ഈ തള്ള എന്നിട്ട് പീഡിപ്പിച്ചവരൊന്നും അറിയില്ല. പിന്നെ ഇളയോള് വിളിച്ചിട്ട് കുറെ കരഞ്ഞെന്ന് പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് വേണ്ടി നാനീന്ന് എന്നെ വിളിക്കണം. അത് കരഞ്ഞിട്ട് ഭയങ്കര ആരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണെന്ന് അറിയില്ല. ഏതാണ്ട് കാണിച്ചു കൂട്ടിയേക്കാം. അവരൊക്കെ മക്കൾക്കും അറിയാം ഞാൻ തിരിച്ചൊന്നും പറയില്ലെന്നറിയാം. എനിക്ക് കരയാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതാണ് ജീവിതത്തിൽ എനിക്ക് പറ്റിയേക്കണം. പക്ഷെ ദൈവം എനിക്ക് സൈഡുണ്ടായി, കൂട്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ പണ്ടേ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. ചേച്ചി കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, ഒരു 19 സിനിമകളിലോളം അഭിനയിച്ചിട്ടുണ്ടല്ലേ? ആദ്യകാലങ്ങളിൽ നായികയായിട്ടായിരുന്നു, പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ അങ്ങനെയായി. നമുക്ക് സിനിമ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു വർക്കിന് വിളിക്കുമ്പം എന്താ വേഷം എന്ന് പൈസ പറയാനോ ഒന്നും അറിയില്ല. അപ്പോൾ കള്ളംപവിത്രം കഴിഞ്ഞ ഒരു പ്രാവശ്യം പത്മനാഭൻ സാറിന് കോട്ടയത്ത് ഏതോ വർക്കിന് വെച്ച് കണ്ടപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, നിന്നെ നല്ലൊരു വേഷം നിന്നിട്ട് നീ ചെറിയ ചെറിയ വേഷം നമുക്കറിയില്ലല്ലോ. ഒരു ഷൂട്ടിങ്ങിന് വിളിക്കുമ്പോൾ എന്താണ് വേഷമെന്ന് വിളിക്കുമ്പോൾ പോവും. ചിലപ്പോൾ ചെറിയ വേഷമായിരിക്കും, എന്നാലും ഒരു സീനാണെങ്കിലും അറിയപ്പെടുന്ന വേഷമായിരുന്നു ചെയ്തേക്കണം എല്ലാം അങ്ങനെ തന്നെ.